എൻ്റെ വർഗത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതല്ല വർഗീയത. ഇപ്പം ഞാനൊരു അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നിടത്താണ് വർഗീയത. അത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടുത്ത്. അല്ല, അത് അവിടെയാണ് ഇത് ആഗ്രഹമല്ല പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ശ്രദ്ധിച്ചോ? അതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഈ മുസ്ലിം നാമധാരികൾ എന്തിനു ജയിക്കുന്നത്, എന്നെ ജയിപ്പിക്കുക, ഞാൻ BJP ക്കാനായിട്ടുള്ള ഹിന്ദു ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കണ്ട മുസ്ലിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു ധ്വനിയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിനെയല്ലേ വർഗീയത എന്ന് പറയുന്നത്. അതാണ് വർഗീയത. അതാണ് അഖിലേട്ട. അതല്ലേ അഖിലേട്ട വർഗീയത? അതല്ല അപരമത വിദ്വേഷം. അതല്ല. അവിടെയാണ് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ മത്സരിച്ചാൽ മുസ്ലിംസിൻ്റെ വോട്ട് ഞങ്ങളിൽ നിന്ന് സ്പ്ലിറ്റായി പോകുമെന്ന് പേടിച്ച് ആ വോട്ട് വർഗീയ നിലപാടിനെയൊക്കെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് ഏറ്റവും വലിയ മണ്ടത്തിലെന്ന് ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് വോട്ടുകൊണ്ട് ജയിച്ചാൽ മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ വർഗീയ വോട്ടുകൾ ഞങ്ങൾക്കൊപ്പം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തിയ അപകടത്തെക്കാട്ടിയും വലുതൊന്നുമല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഹിന്ദു ദേശീയ ബോധം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്. തനിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ 90% ഹിന്ദുക്കളുടേതാണെന്ന് സ്വയം അറിയാവുന്നൊരു നേതാവ് ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയായി മാറുന്നത്? ഹിന്ദുക്കളെ എനിക്ക് വോട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ വർഗീയത. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പം അഖിലേട്ടൻ പറയുക, അഖിലേട്ടൻ തൃക്കാക്കര ഒരു മയക്കെടുത്തിട്ട് ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്ക്.